ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ലോകത്തെ താങ്ങുന്ന ഭൂമിദേവി ആവിർഭവിച്ചത് നാം കണ്ടു. ഇനി 54-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ നേത്രങ്ങളിൽ നിന്നും മറ്റ് അവയവങ്ങളിൽ നിന്നും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ മറ്റു ദേവതകൾ എങ്ങനെയാണ് പ്രകടമായതെന്ന് സൂതൻ വിവരിക്കുന്നു. 54-ാം ശ്ലോകം മറ്റ് ദേവതകളുടെ ആവിർഭാവം. ഭഗവാന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് സകല ഗുണങ്ങളും ദേവതകളും ഉദയം ചെയ്യുന്ന ഭാഗമാണിത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ചക്ഷുഷശ്ച സമുദ്ബുധോ ഭാസ്കരോ ജഗദീശ്വരഃ ശ്രോത്രാച്ച വായുഃ പ്രാണാച്ച വാരിധിശ്ചാദിദൈവതം. പദാനുപദ അർത്ഥം: ചക്ഷുഷഃ കണ്ണിൽ നിന്ന്, സമുദ്ഭൂതഃ ആവിർഭവിച്ചു, ഭാസ്കരഃ സൂര്യൻ പ്രകാശമുണ്ടാക്കുന്നവൻ, ജഗദീശ്വരഃ ലോകത്തിൻ്റെ ഈശ്വരനായ, ശ്രോത്രാത് കാതിൽ നിന്ന്, ശ്രവണേന്ദ്രിയത്തിൽ നിന്ന്, വായുഹു വായു കാറ്റ്, പ്രാണാത് പ്രാണനിൽ നിന്ന് ജീവവായുവിൽ നിന്ന്, വാരിധിഹി സമുദ്രം ജലരാശി, അതിദൈവതം അതിദൈവതകളായി. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഭഗവാന്റെ നേത്രത്തിൽ നിന്ന് ലോകത്തിന് പ്രകാശമേകുന്ന സൂര്യനും, ശ്രവണേന്ദ്രിയത്തിൽ നിന്ന് അതായത് കാതിൽ നിന്ന് വായുവും, പ്രാണനിൽ നിന്ന് സമുദ്രവും അവയുടെ അതിദൈവതങ്ങളായി ആവിർഭവിച്ചു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം ഭഗവാന്റെ വിശ്വരൂപ തത്വത്തെയാണ് കാണിക്കുന്നത്. കണ്ണും സൂര്യനും. സൂര്യൻ ലോകത്തിൻ്റെ കണ്ണാണ്. ഭഗവാന്റെ ദർശനശക്തിയാണ് സൂര്യനായി പ്രകടമായത്. സൂര്യനില്ലെങ്കിൽ കാഴ്ചയില്ല. അതുപോലെ ഭഗവാന്റെ ചൈതന്യമില്ലെങ്കിൽ പ്രപഞ്ചത്തിന് പ്രകാശമില്ല. കാതും വായുവും. ശബ്ദത്തെ വഹിക്കുന്നത് വായുവാണ്. ആകാശം ശബ്ദത്തിൻ്റെ ഗുണമാണെങ്കിലും കാതും വായുവും തമ്മിലുള്ള ബന്ധം ഇവിടെ സ്പഷ്ടമാക്കുന്നു. ഭഗവാന്റെ കേൾവി വായുശക്തിയായി വികസിച്ചു. പ്രാണനും സമുദ്രവും. പ്രാണൻ ചലനാത്മകമാണ്, സമുദ്രവും ചലനാത്മകമാണ്. ജീവിതത്തിൻ്റെ ഉറവിടം ജലമാണല്ലോ. ലൈഫ് ബിഗിൻ ഇൻ വാട്ടർ. ഭഗവാന്റെ ജീവശക്തി സമുദ്രമായി പ്രകടമായി. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, നീ സൂര്യനെ കാണുമ്പോൾ അത് ഭഗവാന്റെ കണ്ണാണെന്നും കാറ്റിനെ അനുഭവിക്കുമ്പോൾ അത് ഭഗവാന്റെ ശ്വാസമാണെന്നും ചിന്തിക്കുക. പ്രകൃതിയിലെ ഓരോ ചലനവും ഈശ്വരൻ്റെ അംഗവിക്ഷേപങ്ങളാണ്. ഇത് തിരിച്ചറിയുന്നവന് പ്രകൃതിയോടുള്ള ബഹുമാനം വർദ്ധിക്കുകയും സകലതിലും ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയും ചെയ്യും. ദേവതകളുടെ ആവിർഭാവം പൂർണ്ണതയിലേക്ക് നീങ്ങുന്നു. ഇനി 55-ാം ശ്ലോകത്തിൽ ലോകപാലകന്മാരായ മറ്റു പ്രധാന ദേവതകൾ എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.